നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബിക്ക് രൂക്ഷ വിമർശനം. സിഇഒയ്ക്ക് അമിതാധികാരം നൽകിയത് ചട്ടവിരുദ്ധം. വായ്പാ ബാധ്യത 21,000 കോടി രൂപയെന്നും കിഫ്ബി ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും ധവളപത്രം. ട്രഷറി പ്രതിസന്ധി രൂക്ഷം. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്ക് വിരമിക്കൽ പ്രായം ഉയർത്താനും നിർദ്ദേശം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടിമുടി മാറ്റം വേണമെന്ന് ധവളപത്രം. ബെവ്കോ സപ്ലൈകോ ലയനം വേണമെന്നും KSEB സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകണമെന്നും ആവശ്യം. ധവളപത്രം തയ്യാറാക്കേണ്ടത് ധനവകുപ്പെന്നും ഇത് പൊളിറ്റിക്കൽ രേഖയെന്നും പിണറായി വിജയൻ. ധവളപത്രം ഉമ്മാക്കിയല്ല എന്ന് നന്ദി പ്രമേയത്തിൽ മുഖ്യമന്ത്രി. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവ് റൂറൽ SP-യുടെ അപേക്ഷയിൽ. ഇനി സമയം അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. രോഗി മരിച്ചത് കിഡ്നി മാറി ശസ്ത്രക്രിയ ചെയ്തതോടെ. ചികിത്സയ്ക്കായി ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്ന് ബന്ധുക്കൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. ഇറാനുമായുള്ള യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കും വരെ ആക്രമണം നിർത്തിവെക്കണമെന്ന ജനപ്രതിനിധി സഭ. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ തടയണമെന്ന പ്രമേയത്തിന് അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ പ്രത്യാക്രമണവുമായി ഇറാൻ. തകർത്തത് അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ. നമുക്ക് ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പങ്കിടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും അമ്മ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവം തുടരുന്നു. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി രൂപയെന്നും കിഫ്ബി ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും ധവളപത്രം പറയുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അടിമുടി മാറ്റം വേണമെന്നും നിർദ്ദേശമുണ്ട്. വിരമിക്കൽ പ്രായം ഉയർത്തണമെന്നും ശമ്പള പരിഷ്കരണം കേന്ദ്ര സർക്കാർ മാതൃകയിൽ 10 വർഷത്തിൽ ഒരിക്കൽ ആക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട്, കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം. ഒപ്പം കിഫ്ബിയിലെ ചില ആശങ്കകളും പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രദ്ധേയമായ ചില നിർദ്ദേശങ്ങളും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നുവെന്ന് വ്യക്തമാക്കുന്നത് ധവളപത്രമാണ് ഇപ്പോൾ UDF സർക്കാർ സഭയുടെ മേശപ്പുറത്ത് നിന്ന് വെച്ചത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയിലൂടെ സർക്കാർ കടന്നു പോകുന്നു. 5.07 ലക്ഷം കോടി രൂപ കടബാധ്യതയിലൂടെ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ സർക്കാരിന്റെ വിവിധ മേഖലകൾ, അതായത് സമഗ്രമായ അടിമുടി പരിഷ്കരണം തന്നെയാണ് ഈ ധവളപത്രത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് കിഫ്ബിയാണ്. കിഫ്ബി വലിയൊരു ബാധ്യതയായി മാറി. കിഫ്ബിയുടെ നയങ്ങളടക്കം തെറ്റായിരുന്നു. കിഫ്ബി അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് കിഫ്ബി മുന്നോട്ട് പോയി. കിഫ്ബിയുടെ സിഇഒയ്ക്ക് അമിതമായ അധികാരം നൽകിയതിലൂടെ ഉണ്ടായ പാളിച്ചകളും വീഴ്ചകളും അടക്കം ചൂണ്ടിക്കാട്ടുന്നു ധവളപത്രത്തിൽ. ഇനി കിഫ്ബിയുടെ ബാധ്യത മാത്രം 23,000 കോടി രൂപയുടെ അധിക ബാധ്യത. അത് UDF സർക്കാരിന്റെ പുതിയ സർക്കാരിന്റെ തലയിൽ വെച്ചു. കിഫ്ബി എല്ലാ അർത്ഥത്തിലും പിന്നീട് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ അതിരൂക്ഷമായാണ് കിഫ്ബിയുടെ നയങ്ങളെയും കിഫ്ബിയുടെ രീതിയും വിമർശിച്ചത്. അതോടൊപ്പം തന്നെയും എല്ലാ മേഖലയിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും നഷ്ടത്തിലാണ്. അവയെ വീണ്ടെടുക്കാനുള്ള ഒരു പരിഷ്കരണം എന്ന രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ സഹകരണ പങ്കാളിത്തം കൂടി ഉണ്ടാകണമെന്ന നിർദ്ദേശം അതിൽ വരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് KSRTCയും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിയാണ്. KSRTC വാട്ടർ അതോറിറ്റി വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. KSEB പോലും സ്വയം പര്യാപ്തമായില്ല. അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ എങ്ങനെയൊക്കെ വീണ്ടെടുക്കാമോ ആ രീതിയിൽ വീണ്ടെടുക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രീതിയിൽ രൂക്ഷമായ പ്രതിസന്ധി കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പോലും അർഹമായ രീതിയിൽ ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വീണ്ടെടുക്കാനായി പുതിയ പരിഷ്കരണം എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വിരമിക്കൽ പ്രായം ഉയർത്തണമെന്ന് പറയുന്നു. നഷ്ടത്തിലാകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലയനം പറയുന്നു. ആ ലയനത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് സപ്ലൈകോയും ബെവ്കോയും ഒരുമിച്ചാക്കണമെന്നാണ്. അങ്ങനെയെങ്കിൽ ബെവ്കോയുടെ ലാഭം സപ്ലൈകോയുടെ നഷ്ടം നികത്താൻ കഴിയുമെന്നുള്ള നിർദ്ദേശം വരുന്നു. അതോടൊപ്പം ശമ്പള പരിഷ്കരണം 5 വർഷം എന്നത്
10 വർഷമാക്കണം, 10 വർഷത്തിൽ ഒരിക്കൽ കേന്ദ്ര സർക്കാരിന്റെ മാതൃകയിലാകണം. ആ തരത്തിലുള്ള സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഈ ധവളപത്രത്തിൽ എഴുതുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ഈ ധവളപത്രവും നിർദ്ദേശങ്ങൾ നടപ്പാക്കുക അടക്കമുള്ള. ശരിയാണ്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ എന്നാണ് ധവളപത്രം പറയുന്നത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൻഫിൽ ഡിസൂസ. അതേസമയം ധവളപത്രത്തിനെതിരെ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. നിയമസഭയിലോ ഔദ്യോഗിക ചർച്ചകളിലോ ഒപ്പം അഡ്വക്കേറ്റ് ജനറലിന് പോലും നിയമപരമായി കൈമാറാത്ത സംസ്ഥാനത്തിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കണക്കുകൾ പുറത്തുവിട്ടതിലാണ് ബാലഗോപാൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കൃത്യമായ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ ഇത്തരം സുപ്രധാന വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് നൽകിയത് ശരിയായില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിമർശനം. സാർ, ഇതിനകത്ത് ഒരു ധവളപത്രം വെക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു. ധവളപത്രം കൃത്യമായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വരും. ധവളപത്രത്തിനകത്ത് വരുന്നതിന് ഒരു കാര്യവും നമുക്ക് പേടിയില്ല, വിഷമമില്ല എന്ന് മാത്രമല്ല, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറി സത്യം പുറത്തു വരുന്നത് നല്ലതാണ് സാർ. അതേസമയം വാദങ്ങൾ തള്ളുകയാണ് വി ഡി സതീശൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു. നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിന് ശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. വകുപ്പിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കണക്കുകൾ പുറത്തുവിട്ട മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വിചിത്രമാണെന്നും തെറ്റുകൾ മറച്ചുവെക്കാൻ അദ്ദേഹം വീണെടുത്ത് കിടന്നുരുളുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരും. SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകണം. വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം കൃത്യമായി നൽകണം. ഭരണഘടനാപരമായി അവർക്ക് അർഹമായ സ്ഥാനങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ റിക്രൂട്ട്മെന്റ് നടത്തണം. ഈ ധവളപത്രം ഉമ്മാക്കിയല്ലെന്നും 10 വർഷത്തെ നിങ്ങളുടെ ഭരണത്തിന് നേരെയുള്ള കണ്ണാടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാർ, ഭൂമി പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂമി പ്രശ്നങ്ങളുണ്ട്. ആളുകൾ, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെല്ലാം ആളുകൾ പ്രയാസപ്പെടുകയാണ്. പട്ടയങ്ങൾ കൊടുത്തിട്ട പട്ടയങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സാർ, ഭൂമി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തണം. സാർ, അത് ആ കാലത്ത് അത് വിപ്ലവകരമായ നിയമങ്ങളായിരുന്നു. വിപ്ലവകരമായ നിയമങ്ങൾ 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്, അത് ഉമ്മാക്കിയല്ല. മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി ഉത്തരവ്. റൂറൽ SP-യുടെ അപേക്ഷയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ശരിയാണ്. രാജേഷ്, സർക്കാരിന് താൽക്കാലിക ആശ്വാസമാകുന്നു, പക്ഷേ ഇനി സമയം അനുവദിക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് കോടതിയുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ? സർക്കാരിന്റെ ആവശ്യപ്രകാരം ഈ പ്രശ്നം പരിഹരിക്കാൻ 15 ദിവസത്തെ സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. ഈ സമയം തീർന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ കേസ് വന്നപ്പോൾ കൃത്യമായി നടപ്പിലാക്കുവാൻ നിർദ്ദേശം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഹൈക്കോടതി സമീപിച്ചത്. തൽക്കാലം ഹൈക്കോടതി അത് താൽക്കാലികമായി തുടർ നടപടി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. 15-ാം തീയതി വരെ സമയം നൽകിയിട്ടുണ്ട്. ഈ 15-ാം തീയതിക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ച് എന്ത് വന്നാലും കോടതിയുടെ ഉത്തരവാദിത്തം നടപ്പിലാക്കിയേ പറ്റൂ. എങ്കിലും ഒരു സാവകാശം കൂടി ഹൈക്കോടതി നൽകി. അതിനുശേഷം സമയം അനുവദിക്കില്ല എന്നും ഹൈക്കോടതി പറഞ്ഞു. മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാനാണ് കോടതി നിർദ്ദേശം.
ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം. കുറ്റപത്രമനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് ഏകപ്രതി. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിന്ന മുഖ്യമന്ത്രിക്ക് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞു. ആദ്യം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാതുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് ഒരു ഉത്തരവിറക്കിയ കേരള സർക്കാരിനോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വേളയിൽ. അതോടൊപ്പം ഇനിയുള്ള അന്വേഷണം ഒരു സത്യസന്ധമായ അന്വേഷണം തന്നെ നടക്കട്ടെ, അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതേസമയം CBI അന്വേഷണം സംബന്ധിച്ച് പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്നും യാത്രയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റ് മാത്രമാണ് ദിവ്യ ചെയ്തതെന്നും ദിവ്യ തെറ്റുകാരിയല്ലെന്നും PB ഹർഷകുമാർ പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്നും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ആയുധമാണെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചു. CBI അടച്ചിട്ട കൂട്ടിലെ തത്ത എന്ന നിലപാട് സുപ്രീം കോടതി ഒരു വേള കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CBIയെ സംബന്ധിച്ചിടത്തോളം CBI പലപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ആയുധമായി CBI പ്രവർത്തിക്കുന്നു, ഭരണകൂടങ്ങളുടെ ഒരു ചട്ടുകമായി CBI പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം CPMഉം ഇടതുപക്ഷ പാർട്ടികളും പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം കേസ് ഏറ്റെടുക്കുന്നതിൽ ഇനി CBIയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. CBI അന്വേഷണത്തെ CPM നേരത്തെ തന്നെ എതിർത്തിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചുവെന്ന് പരാതി. 46-കാരനായ നാദാപുരം വാണിമേൽ സ്വദേശി റീജിത്താണ് ഇന്ന് പുലർച്ചെ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. 10 മാസം മുൻപ് ഇടത് കിഡ്നിക്ക് പകരം വലതുവശത്ത് ശസ്ത്രക്രിയ ചെയ്തതോടെ രോഗിയുടെ നില വഷളായി എന്നാണ് പരാതി. വീണ്ടും ഇതേ രോഗിക്ക് ഇടതുവശത്ത് സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർ 5000 രൂപ കൈക്കൂലി വാങ്ങിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനായി വാണിമേൽ പരപ്പുപാറ സ്വദേശിയായ 46-കാരൻ റീജിത്തിന് 2025 ഓഗസ്റ്റിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ആദ്യ ശസ്ത്രക്രിയ നടക്കുന്നത്. യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഇടതുവശത്ത് നടത്തേണ്ടിയിരുന്ന ശസ്ത്രക്രിയ വലതുവശത്ത് അശ്രദ്ധമായി നടത്തിയെന്നാണ് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 ഭാഗങ്ങളിലും പഴുപ്പും നീർക്കെട്ടുമുണ്ടായി. പക്ഷേ ഡോക്ടർമാർ രോഗിയെ അസുഖം ഭേദമാകുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. രോഗിയുടെ നില വഷളായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി. 2026 ഏപ്രിൽ 1 ശസ്ത്രക്രിയ വീണ്ടും നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ ഇതിന് തയ്യാറായില്ല. എന്നാൽ സമ്മതമില്ലാതെ വീണ്ടും ഇടതുഭാഗത്തും രോഗിക്ക് ശസ്ത്രക്രിയ നടത്തിയെന്ന ബന്ധുക്കൾ. അപ്പോൾ എന്താ സർജറി എന്ന് വെച്ചപ്പോൾ സർജറി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യൂല എന്നാണ്, സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യൽ നിർബന്ധമാണ്, പിന്നെ സർജറി ചെയ്താൽ മതിയാവുമെന്നാണ്. അപ്പോൾ എന്താ കാരണം വെച്ചപ്പോൾ സർജറി ചെയ്യണോ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളൊന്നും വാങ്ങിത്തരില്ലെന്നാണ്. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കൺസെൻറ്റും കൊടുത്തില്ല. കൺസെൻറ്റ് കൊടുക്കാതെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും തുളച്ച് പഴുപ്പിട്ടിട്ട് വീണ്ടും ഇറങ്ങി വന്നു. ഇത് രണ്ടും കൂടി പഴുത്ത് കുറേ ആഴ്ചയ്ക്ക് വന്ന് മരുന്ന് വെക്കൂ, സാധാരണ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോക്ടർ ഒഴിവാക്കൂ. അവർ പറഞ്ഞ് ഇപ്പുറത്ത് പഴുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് തുളച്ചതെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്തത് പറഞ്ഞില്ല. ഇപ്പുറത്ത് ഒരു പൈപ്പ് ഇട്ടല്ലോ, അതെന്താണ് പൈപ്പ് ഇട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പുറത്തെ കിഡ്നിയിൽ നിന്ന് പഴുപ്പെടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത് നമ്മളോട്. സർജറി പിന്നെ മലബാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മനസ്സിലായി. ഡോക്ടർമാർ രോഗിയെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വേണുഗോപാൽ ഡോക്ടറുടെ വീട്ടിലെത്തി 5000 രൂപ നൽകിയെന്നും ബന്ധുക്കൾ പറയുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഡോക്ടർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ വന്ന് ചെയ്യാത്തത്. അങ്ങനെ വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു.
അപ്പോൾ വീണ്ടും വന്നിട്ട് വീണ്ടും പഴുത്ത് കഴിഞ്ഞ ദിവസം മലബാറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇവർ അഡ്മിറ്റ് ചെയ്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ച് കാഷ്വാലിറ്റിയിൽ ICU ഇല്ല, ഇവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പിച്ചു. 2 ദിവസം പുറത്തിപ്പിച്ചു. അപ്പോഴേക്കും ആൾ വയലൻ്റായി. ഇത് വല്ലാണ്ട് വീക്കായി, ബോഡി വീക്കായപ്പോൾ മെഡിക്കൽ ICUലേക്ക് മാറ്റി. മെഡിക്കൽ ICU പിറ്റേന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് മരണപ്പെട്ടു. റീജിത്തിനെ 1 മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അസ്ഥിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ മുറിവുണ്ടായതാണ് പഴുപ്പിന് കാരണമെന്ന് അറിയുന്നത്. ശരീരത്തിന്റെ ഇരുവശത്തും ശസ്ത്രക്രിയ നടത്തിയത് അനാവശ്യമായിരുന്നു എന്നും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു. ഒരാഴ്ചയായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് വെന്റിലേറ്ററിൽ വെച്ച് മരണപ്പെടുന്നത്. ചികിത്സാ പിഴവെന്ന പരാതിയുമായി ബന്ധുക്കൾ 3 ദിവസം മുൻപ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണമായതെന്നും ഡ്രസ്സ് ചെയ്ത മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതിയതായി ഡ്രസ്സ് ചെയ്യാനോ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിന് വേണ്ടി ഉന്നതതല സമിതിയെ നിയോഗിക്കും. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. പാർട്ടി ആസ്ഥാനമായ MN സ്മാരകത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പാർട്ടി CPM-നോട് ആവശ്യപ്പെട്ട നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPM-ന്റെ നിഷേധ നിലപാട് യോഗത്തിൽ പ്രധാന ചർച്ചയാകും. ഉപനേതാവ് സ്ഥാനം CPI-ക്ക് നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPM. അതേസമയം ഇതിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി CPM-നെ അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന കാര്യത്തിൽ CPI നിലപാട് വളരെ വ്യക്തമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം. LDF-ന്റെ കെട്ടുറപ്പ്, ഒന്നിച്ചുള്ള പോക്ക്, അതിനുവേണ്ടി CPI നിൽക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നതിലെ ഓരോ വാക്കിനും ഓരോ ആശയമുണ്ട്. CPI-ക്ക് അതറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഓരോ വാക്കിനും ഓരോ ആശയങ്ങളുണ്ട്. ഇടതുപക്ഷമാണ്, ജനാധിപത്യമുണ്ട്, മുന്നണിയുണ്ട്. അത് CPI-ക്ക് അറിയാം. അത് CPM-നും അത് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ തർക്കങ്ങളെല്ലാം തീർക്കാൻ പറ്റും എന്ന വിശ്വാസം CPI-ക്ക് ഉണ്ട്. ഒരുപാട് പ്രശ്നമുണ്ട് ജനങ്ങൾക്ക്. വിലക്കയറ്റമുണ്ട്, മറ്റ് പ്രയാസങ്ങളുണ്ട്, ജീവിത ബുദ്ധിമുട്ടുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വഞ്ചനയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വഴിമാറിപ്പോക്കുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട് ഇവിടെ. അത്തരം വിഷയങ്ങളിലൊക്കെ ഒന്നിച്ച് LDF-ആയിട്ട് പകർന്ന സമയത്ത് ജനകീയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം വേണ്ട സമയത്ത്. ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രം. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്നും പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ല എന്നും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത ഋതുപ്രത ബാനർജി അറിയിച്ചു. 8-ാം തീയതി ഡൽഹിയിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ മമത പങ്കെടുക്കും. ബംഗാളിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളിലുണ്ടായത്. ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് പിറകെ പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. ആകെ 80 തൃണമൂൽ MLA-മാരിൽ 60 പേരുടെയും പിന്തുണ ഋതുപ്രത ബാനർജിക്കൊപ്പമാണ്. ബാക്കി MLA-മാരും മുതിർന്ന നേതാക്കളും ഒന്നുകിൽ വിമതപക്ഷത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും സാധ്യതയുണ്ട്. പാർട്ടി ഋതുപ്രത ബാനർജി പിടിച്ചെടുത്തതോടെ തൃണമൂലിൻ്റെ ഔദ്യോഗിക ചിഹ്നവും പേരും മമതാ ബാനർജിക്ക് നഷ്ടമായേക്കും. അതേസമയം പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും മമതാ ബാനർജിയെ നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി ക്ഷണിക്കുമെന്നും ഋതുപ്രത ബാനർജി അറിയിച്ചു. തൃണമൂൽ MP-മാരും മമതാ ബാനർജി വിഭാഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ സഖ്യ കക്ഷികളുടെ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. നേരത്തെ ബംഗാളിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന നിലപാടായിരുന്നു മമത സ്വീകരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലോകത്തെല്ലാവരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. പങ്കുവയ്ക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും പുഷ്പത്തിന്റെ സുഗന്ധം കാറ്റിന്റെ ദിശ അനുസരിച്ചാണെങ്കിൽ നന്മയുടെ സുഗന്ധം എല്ലായിടത്തും പടരുമെന്നും അമ്മ പറഞ്ഞു. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2-ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. സ്നേഹം കൊടുക്കാനും പിടിച്ചു പറ്റാനും മാത്രമാണെന്നുള്ള ചിന്താഗതി മാറ്റില്ലാതാക്കുക. പകരമുള്ള സ്നേഹത്തിന് ഉറവ കണ്ടെത്തുക. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശീലിക്കുക. ത്യാഗവും നിസ്വാർത്ഥവും
പരിശീലിക്കുക. ജീവിതം ചിട്ടപ്പെടുത്തുമ്പം നമ്മളറിയാതെ തന്നെ ശ്രുതികൾക്ക് നടക്കും. അങ്ങനെ സുന്ദരവും ശ്രുതിമന്തമായ സംഗീതം പോലെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു സുഖകരമായ അനുഭവമായി തീരും. പ്രകൃതിയും മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളും വിനയത്തിൻ്റെ പ്രതീകമാണ്. അവയെല്ലാം അണുവിട വ്യത്യാസമില്ലാതെ നിയമം പാലിക്കും. ചെറുതും വലുതുമായ ഒരു ജീവി പോലും മറ്റുള്ള മുൻപിൽ ആധിപത്യം സ്ഥാപിക്കാനോ ഞാനാണ് വലുത് പ്രഖ്യാപിക്കാനോ ശ്രമിക്കാറില്ല. അതാണ് പ്രകൃതിയുടെ നിയമം. മനുഷ്യനും ആ നിയമത്തിലേക്കില്ല. അതുകൊണ്ട് അതിൻ്റെ അഹന്തയ്ക്കും അവംഭാവകൾക്കും ഇവിടെ ഏറെ നിൽക്കാനാകില്ല. നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകില്ല. കാരണം ഒരു പ്രപഞ്ചത്തിൽ താളാത്മയ്ക്ക് എതിരായി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നവരാണ്. തൃശൂരിന് ആത്മീയ വസന്തം ചാർത്തി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുന്നു. അമ്മയെ കാണാൻ ഇന്നും ആയിരങ്ങൾ ഉത്സവ നഗരിയിലേക്ക് ഒഴുകുകയാണ്. വേദിയിൽ അമ്മയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസുധ നടക്കുകയാണിപ്പോൾ. അല്പസമയത്തിനകം ദർശനം ആരംഭിക്കും. ടി കെ അരവിന്ദൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദൻ, ഭക്തി സാന്ദ്രം തന്നെയല്ലേ തൃശൂർ? വലിയ തിരക്ക് തന്നെയല്ലേ അവിടെ അനുഭവപ്പെടുന്നത്? ശ്രീജ, തീർച്ചയായും അമൃതോത്സവം അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ആഘോഷിക്കുക തന്നെയാണ്. നിരവധി പേരാണ് ഇന്നലെയും ഇന്നുമായി ഈ അമൃതോത്സവ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് തൃശ്ശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ആരംഭിച്ചത്. ഇന്നലെ തുടങ്ങിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, വേദിക്ക് പിറകിൽ വേദിയിൽ വൻ ജനക്കൂട്ടം ഇന്നുമുണ്ട്. രാവിലെ 11 മണിയോട് തന്നെ അമ്മ വേദിയിലെത്തി. അമ്മയെ വേദിയിലേക്ക് പൗരപ്രമുഖർ ചേർന്ന് ആദരിച്ചു. തുടർന്ന് സിനിമാ താരം ദേവൻ, അതുപോലെ തന്നെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. ഒപ്പം തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ നിജിൻ ജസ്റ്റിനും അമ്മയെ ഹാരാർപ്പണം ചെയ്തു. അങ്ങനെ നിരവധി പ്രമുഖർ അമ്മയെ വരവേൽക്കാനായി ഇന്നും എത്തിയിരുന്നു. അതിനുശേഷമാണ് അമ്മ അനുഗ്രഹ പ്രഭാഷണം നടത്തിയത്. അനുഗ്രഹ പ്രഭാഷണത്തിൽ പ്രധാനമായും അമ്മ സൂചിപ്പിച്ചത് കുട്ടികളോട് കരുണ കാണിക്കണം, കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കണം എന്നുള്ള കാര്യമാണ് അമ്മ പ്രധാനമായും ഓർമ്മിപ്പിച്ചത്. ഒപ്പം നന്മ ചെയ്യാൻ പഠിപ്പിക്കണം. നന്മ എന്ന് പറയുമ്പോൾ പുഷ്പത്തിൻ്റെ സുഗന്ധം കേവലം കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് മാത്രമേ സഞ്ചരിക്കൂ. എന്നാൽ നന്മയാണെങ്കിൽ എല്ലായിടത്തും പടർന്നു പന്തലിക്കും. അതിനാൽ നന്മ ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ആളുകൾ തയ്യാറാകണം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തുടങ്ങി കാര്യങ്ങൾ അമ്മ ഭക്തരെ ഓർമ്മിപ്പിച്ചു. എന്തായാലും അമ്മയുടെ ഭക്തിഗാന സുധ ഇപ്പോൾ തുടരുകയാണ്. ആളുകൾ അതിൻ്റെ ഒരു ആഘോഷത്തിലാണ്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം അമ്മ ദർശനം തുടങ്ങും. ദർശനത്തിന് മുന്നേയായി ആരതി സമർപ്പിക്കും ഭക്തർ. അതിനുശേഷമായിരിക്കും ദർശനം തുടങ്ങുക. ഇതിനുള്ള ടോക്കൺ ഇപ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി വരെ അമ്മയുടെ ദർശനം നീണ്ടിരുന്നു. ഇന്നും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നിരവധി പ്രദേശങ്ങളിൽ നിരവധി പേർ, ഒപ്പം തന്നെ അടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ ജനത്തിരക്കാണ് ഇന്നും ഇവിടെ അനുഭവപ്പെടുന്നത്. അമ്മയുടെ ദർശനം അല്പസമയത്തിനകം തുടങ്ങും. അത് അർദ്ധരാത്രി വരെ, ഒരുപക്ഷെ പുലർച്ചെ വരെ നീളാനുള്ള സാധ്യത. ശ്രീജ. ശരി അരവിന്ദൻ. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുന്നു. 6 വർഷത്തിന് ശേഷം എറണാകുളം എടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകിട്ട് കൊച്ചിയിലെത്തുന്ന അമ്മയെ താന്ത്രികാചാര്യൻ സൂര്യകാലടി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 2 ദിവസങ്ങളിലും രാവിലെ 11-ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭക്തിഗാന സുധിയും ധ്യാനവും തുടർന്ന് അമ്മയുടെ ദിവ്യദർശനവും ഉണ്ടാകും. ദർശനത്തിനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം ജൂൺ 6-7 തീയതികളിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. ശാന്തിയുടെ പ്രഭവ കേന്ദ്രമായ അമ്മ എറണാകുളത്തേക്ക് എത്തുന്നത് വളരെ സന്തോഷമുള്ള അനുഭവമാണെന്ന് സാഹിത്യകാരൻ C. രാധാകൃഷ്ണൻ പറഞ്ഞു. സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിന്റെ കിരണം എപ്പോഴും ലഭിക്കാറുള്ളത് അമ്മയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ അമ്മയുടെ ദർശനം മക്കൾക്ക് ആശ്വാസമേകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീണ്ട 6-7 വർഷങ്ങൾക്ക് ശേഷം ലോകത്ത് ശാന്തിയുടെ പ്രഭവ കേന്ദ്രമായ അമ്മ അമൃതാനന്ദമയി എറണാകുളത്തേക്ക് വരുന്നു. വളരെ സന്തോഷകരമായ ഒരു പരിസ്ഥിതി. അമ്മയും നിലാവും ഉള്ള കാലത്തെ സുഖമുള്ളൂ എന്ന് പഴയ ആളുകൾ പറയും. എൻ്റെ അനുഭവവും അതാണ്. ഒരു അദ്വൈതിയും യോഗശാസ്ത്ര വിദ്യാർത്ഥിയുമായ എനിക്ക് പലപ്പോഴും സംശയങ്ങൾ വരുമ്പോൾ സമാശ്വാസത്തിൻ്റെ ഒരു കിരണം എങ്ങു നിന്നില്ലാതെ അയച്ചു കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അതിൻ്റെ പുറത്താണ് ഇത്രയും വർഷമായി കഴിഞ്ഞു പോകുന്നത്. അമ്മയെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണെന്ന് ഹൈബി ഈഡൻ MP. 6 വർഷത്തിന് ശേഷം അമ്മ വരുന്നു എന്നത് പ്രാർത്ഥനാനിരതമായ നിമിഷങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു.
നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാതാ അമൃതാനന്ദമയി ദേവി അമ്മ കൊച്ചിയിലെ ബ്രഹ്മസ്ഥാനത്ത് 6-7 തീയതികളിൽ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള അമ്മയുടെ ഭക്തജനങ്ങൾ ലോകത്തെല്ലായിടത്തും അമ്മയെ കേൾക്കാനും കാണാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്നും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെങ്കിലും ഒരുപാട് വിദ്യാഭ്യാസ ആതുര സേവനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണെങ്കിലും എപ്പോഴും അമ്മയെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്ന ബ്രഹ്മസ്ഥാനത്തും ഒരിടവേളയ്ക്ക് ശേഷം അമ്മ വരുന്നു എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രാർത്ഥനാ നിർഭരമായ സന്ദർഭമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനികാധികാരങ്ങൾ തടയുന്നതിനുള്ള പ്രമേയം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള US ജനപ്രതിനിധി സഭ പാസാക്കി. 208 വോട്ടുകൾക്കെതിരെ 215 വോട്ടുകൾ നേടിയാണ് സഭയിൽ പ്രമേയം വിജയിച്ചത്. 4 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. US പാർലമെന്റായ കോൺഗ്രസ് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിക്കുകയോ സൈനിക ശക്തി ഉപയോഗിക്കാൻ പ്രത്യേക അനുമതി നൽകുകയോ ചെയ്യാത്ത പക്ഷം ഇറാനിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കാൻ പ്രമേയം പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെടുന്നു. നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഒരുപോലെ പാസ്സാകണം. ഇന്നത്തെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.